നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ നിയമസഭയിൽ നിന്ന് തമിഴ്നാട് ഗവർണർ RN രവി ഇറങ്ങിപ്പോയി. ദേശീയ ഗാനം ആലപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക്. നാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരും വിശദാംശങ്ങളുമായി. അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, വിവരങ്ങൾ. ഇന്ന് തമിഴ്നാട് നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യത്തെ സമ്മേളനത്തിലാണ് ദേശീയഗാന വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത്. ഗവർണർ RN രവി നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ രോഷാകുലനായി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തമിഴ് ദേശീയഗാനം ആലപിക്കുകയും തുടർന്ന് പ്രസംഗത്തിനായി എഴുന്നേറ്റ ഗവർണർ ദേശീയഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സഭ ഇത് അംഗീകരിച്ചില്ല. തുടർന്നാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഇറങ്ങിപ്പോയത്. ഭരണഘടനയെ അപമാനിക്കലാണ് ഈ നടപടിയെന്ന് പ്രതികരിച്ചുകൊണ്ടാണ് ഗവർണർ ഇറങ്ങിപ്പോയത്. ഇത് ഈ ഗവർണർ സർക്കാർ പോര് ഇത് തമിഴ്നാട്ടിൽ രൂക്ഷമായി, അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തർക്കം, രൂക്ഷമായ വാഗ്വാദങ്ങളും ഒക്കെ തന്നെയും സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടായിരുന്നു. നേരത്തെ ദേശീയഗാനം ഒരു ദൂരദർശൻ പരിപാടിയിൽ തമിഴ് ദേശീയഗാനത്തിലെ ദ്രാവിഡ എന്ന വാക്ക് എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിൽ നേരത്തെ തന്നെ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഇതിനു മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ ദേശീയഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇത് അംഗീകരിക്കാത്തതുകൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ പാരഗ്രാഫ് മാത്രം വായിച്ച് ഇറങ്ങിപ്പോവുകയുണ്ടായി. ഇത്തവണ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ തയ്യാറാവാതെ പോവുകയുണ്ടായത്. അതേസമയം തമിഴ്നാട് നിയമസഭയുടെ രീതി സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ മാത്രമാണ് ദേശീയഗാനം ആലപിക്കുന്നത്. എന്നാൽ ഈ രീതിയോടുള്ള തർക്കവും എതിർപ്പുമാണ് ഗവർണർ. ഇത് ആദ്യം തന്നെ ദേശീയഗാനം ആലപിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. എന്നാൽ ഇത് തമിഴ്നാട് നിയമസഭയുടെ രീതി അല്ലാത്തതിനാൽ ഇത് അംഗീകരിക്കാൻ നിയമസഭ തയ്യാറായില്ല. ശരി, അഗസ്റ്റിൻ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.